യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, അതാണ് ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു MBBS പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ആണല്ലേ, വെരി ഗുഡ്. ഇവിടെ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും അല്ലേ? എല്ലാം ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടായിരിക്കും ഇവിടെ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ് ഉണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ ഉണ്ട്. ഇവിടെ ഫാസിൽ ബ്രോ ഇവിടെ ഓരോ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നിട്ട് അവരെയൊക്കെ മീറ്റ് ചെയ്തിട്ട് ഇത് ഫോട്ടോ ഒക്കെ എടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ രണ്ടും ഇവിടെ പഠിക്കുന്നത്? നിങ്ങളിവിടെ പഠിക്കുന്നല്ലേ? ആ, അത് ശരി. നിങ്ങളുടെ സ്വന്തം യൂണിവേഴ്സിറ്റിയാ? നല്ല സ്ഥലമാണല്ലോ, സിറ്റിക്കകത്ത് തന്നെയാണല്ലോ അല്ലേ? വേറെ ഹാപ്പനിങ് അല്ലേ? നല്ല വൈബുള്ള സ്ഥലം. അപ്പൊ നിങ്ങളുടെ ഹോസ്റ്റലൊക്കെ എവിടെയാ? ഹോസ്റ്റലിലല്ല, സ്വന്തമായിട്ട് വീട് എടുത്ത്. നമുക്ക് അപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനുള്ള അസിസ്റ്റൻസ് ഒക്കെ യൂണിവേഴ്സിറ്റി തരും. ഫുഡൊക്കെ എങ്ങനെ നിങ്ങള്? എന്തൊക്കെ നാട്ടിലെ സാധനങ്ങൾ കുക്ക് ചെയ്യോ? കിട്ടോ? ഇന്ത്യൻ സ്റ്റോറിലുണ്ട് ഇവിടെ. ആണോ? അപ്പൊ പിന്നെ നമ്മള് കൊണ്ടുവരും. ആ, അത് ശരി. അപ്പൊ ഫുഡിന് പഞ്ഞൊന്നും ഇല്ല. അത് ശരി. ഓക്കെ, അപ്പൊ ഞങ്ങൾ വന്നാൽ ഡിന്നർ തരുമോ? ഇന്നിപ്പോ ലേറ്റ് ആയില്ലേ, സമയമില്ലല്ലോ അല്ലേ? ഇനി ഒരു ദിവസം ആവാം. അപ്പൊ ഇവിടെ മൊത്തത്തിൽ എങ്ങനെ എക്സ്പെൻസീവ് ആണോ അതോ അഫോർഡബിൾ ആണോ? എല്ലാം എക്സ്പെൻസീവ് ആണോ എന്ന് വെച്ചാൽ ഉക്രൈൻ വാർ കഴിഞ്ഞല്ലോ, അതിന്റെ ശേഷം കുറച്ചുകൂടി സാധനങ്ങൾക്ക് റേറ്റ് കൂടി തുടങ്ങി. അല്ലാതെ ഇത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു $300-350 വേണം ഒരു മാസം. ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു 10-20,000 രൂപ, 20-25,000 രൂപ ഉണ്ട് നിങ്ങൾക്ക്. റൂം കാര്യങ്ങളൊക്കെ കൂടിയിട്ട് പൊക്കോളും ആണല്ലേ? ഫീസ് ഒക്കെ എങ്ങനെയാ ഇപ്പൊ ഇവിടെ? ഫീ വരുന്നത് $6,000 ആണ് പെർ ഇയർ ഫീസ്, യൂണിവേഴ്സിറ്റി ഫീസ് വരുന്നത്. പിന്നെ അപ്പാർട്ട്മെന്റ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചാണ് ആണല്ലേ? ചിലവര് ഭയങ്കര ലോ ബഡ്ജറ്റിൽ എടുക്കും. പഠിത്തം എങ്ങനെയുണ്ട്? നടക്കുന്നുണ്ടോ? ഉഷാറായി നടക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലേ? നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്നവരാ? ആണോ? ആ ശരി. നിങ്ങൾക്ക് ഏത് ഇയറാ? ഫസ്റ്റ് ഇയേഴ്സ്, ഫിഫ്ത്ത് ഇയർ. ഉക്രൈനിൽ നിന്ന്. ആ ഓക്കെ. ഉക്രൈനിൽ നിന്ന് കുറെ റെഫ്യൂജീസും വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ ഇവിടെ? പല ആൾക്കാര് ഇവർ ഉക്രൈൻ, റഷ്യ അങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് റെഫ്യൂജീസിനെ കൊണ്ടുവരുന്നുണ്ടല്ലേ? ആ, ഞാൻ കണ്ടു ഇവിടെ എല്ലായിടത്തും ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. എന്തായാലും നൈസ് മീറ്റിംഗ് യു. ഇത് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ തന്നെ കുട്ടികളൊക്കെ അവിടെ പന്തൊക്കെ കളിച്ച് ഇങ്ങനെ ചില്ലായിട്ട് നിൽക്കുക. നല്ല വൈബുള്ള സ്ഥലമാണത്. ഇതൊക്കെ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും? ആണോ? ആ ശരി. നിങ്ങൾക്ക് അപ്പൊ പാർട്ട് ടൈം ജോബ് എന്തെങ്കിലും പോകുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും MBBS പഠിക്കുമ്പോൾ അതിനൊന്നും സമയം ഉണ്ടാവില്ല അല്ലേ? ചില്ലറൊക്കെ കിട്ടുമല്ലേ? അത് ശരി. മറ്റേ വെയിൻ കണ്ടുപിടിക്കാനുള്ള പരിപാടി അല്ലേ? ശരി കേട്ടോ. ഇതൊരു ഹൈ ടെക്നോളജി ക്ലിനിക്കൽ സിമുലേഷൻ ലബോറട്ടറി ആണ് കണ്ടല്ലേ? ഈ പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നതിന് മുൻപായിട്ട് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ. അപ്പൊ ഇത് ശരിക്കും ഒരു മനുഷ്യ ശരീരം ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളും ഇത് ചെയ്യും. കണ്ടോ? ഇതിന്റെ കാല് കണ്ടോ? ഒറിജിനൽ കാല് തൊടുന്ന പോലെ ഉണ്ടല്ലേ? അടിപൊളി. കണ്ടോ? ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊക്കെ ഡിവൈസ് ഉണ്ടാവും. സംസാരിക്കുന്ന ഒരു ഡമ്മി പേഷ്യന്റ് ആണ്. അത് പാരന്റ്സ് നമ്മളെ ഏൽപ്പിക്കുകയാണ്. അതായത് ബാംഗ്ലൂരും അല്ലെങ്കിൽ കർണാടകയാണെങ്കിൽ അവർക്ക് അന്വേഷിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നിന്ന് അവർക്കൊന്നും എൻക്വയറി ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കുന്ന പാരന്റ്സ് അല്ലേ? നമ്മൾ വന്നാൽ മീറ്റ് ചെയ്യണം. പക്ഷെ കൊള്ളാട്ടോ. നല്ലൊരു എന്താ പറയാ, നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല രസമുള്ളൊരു പിള്ളേരൊക്കെ നല്ല ഹാപ്പിയാണ്. സിറ്റിയുടെ നടുക്ക് തന്നെ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോയല്ലോ.